നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടങ്ങോട് ആദൂരിൽ തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥി ഉൾപ്പെടെ തെരുവുനായ ആക്രമിച്ചു. പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായയെ പിന്നീട് പിടികൂടി. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തിനശിച്ചു. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് നശിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും കമ്പനി അധികൃതർ. കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ്വമേഖലയും തകർന്നടിഞ്ഞുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ചിറ്റണ്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ ഭാഗമായി ഗ്രാൻഡ് 1000 എന്ന പേരിൽ ആഘോഷ ചടങ്ങൊരുക്കി കേരള വിഷൻ. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായയെ പിന്നീട് പിടികൂടി. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തോന്നല്ലൂർ കല്ലുവളപ്പിൽ ഹംസത്തിന്റെ മകളുമായ ഹന ഷെറിൻ, ചുള്ളിയിൽ സുലൈമാന്റെ ഭാര്യ ഫൗസിയ, കല്ലിങ്ങലകത്ത് കുഞ്ഞുമോൻ ഭാര്യ റുക്കിയ എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ 9:30-ക്കും 10:30-ക്കുമിടയിൽ ആദൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമുറ്റം പള്ളിക്ക് സമീപത്തു വെച്ചാണ് ആക്രമണമുണ്ടായത്. സ്കൂൾ വാഹനം കാത്തുനിൽക്കുമ്പോഴാണ് ഹന ഷെറിനെ ആക്രമിച്ചത്. അസുഖബാധിതയായ 75 വയസ്സുള്ള റുഖിയയെ വീടിന്റെ അകത്തേക്ക് കയറിയാണ് നായ കടിച്ചത്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണമുണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു കടങ്ങോട് നായയെ പിടികൂടി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ കടങ്ങോട് വെറ്റിനറി സർജൻ മനോജ് തെട്ടയിലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിടികൂടിയ നായയ്ക്കും പരിസരത്തുള്ള വീടുകളിലെ നായകൾക്കും വാക്സിൻ കുത്തിവെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വേലൂർ പഞ്ചായത്തിൽ കുറുനരിയുടെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. കുറുവന്നൂർ വാട്ടർ ടാങ്കിന് സമീപം താമസിക്കുന്ന പെരുമ്പള്ളി വീട്ടിൽ രാജൻ, തണ്ടിലം പൊടിയറ വീട്ടിൽ വിജയൻ എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ പേവിഷബാധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സമൂഹത്തിൽ പേവിഷബാധ കൂടി വരികയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അനിവാര്യമായ ബോധവൽക്കരണം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MJ ജെൽസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത ബോധവൽക്കരണ സെമിനാറിൽ വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, TS ശരത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജസ്ന ജോസ്, V പ്രവീണ, സ്കൂൾ ഹെൽത്ത് നഴ്സ് ജിനി ജോണി, അധ്യാപകരായ ലാസൻ സെബാസ്റ്റ്യൻ, സഞ്ജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ 2 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. ഇതോടെ റോഡ് നവീകരണം വൈകുകയാണ്. കൊങ്ങണൂർ റോഡിന് സമീപം റോഡിനു കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. പാറേമ്പാടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പോർക്കുളം പഴഞ്ഞിയാണ് സഞ്ചരിക്കുന്നത്. അക്കിക്കാവ് മുതൽ പാറേമ്പാടം വരെയുള്ള കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെയാണ് പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. എന്നാൽ 2 മാസമായിട്ടും പണികൾ പൂർത്തിയായില്ല. പഴയ പൈപ്പ് പൊട്ടി പലയിടത്തും വെള്ളം ഒഴുകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുന്നുണ്ട്. മഴക്കാലത്ത് കൊങ്ങണൂർ റോഡിന് സമീപം റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് കലുങ്ക് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ മൂലം നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. കാനയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് മൂലം നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ ഈ ഭാഗത്ത് റോഡ് പണി വൈകുകയാണ്. സംസ്ഥാന പാതയിൽ അയ്യപ്പത്ത് റോഡ് മുതൽ അഗതിയൂർ വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണം പൂർത്തിയായിട്ടില്ല. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തി നശിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോൺക്രീറ്റ് മിക്സിംഗ് ലോറി. കഴിഞ്ഞ ശനിയാഴ്ച നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞ് ഓഫ് ചെയ്ത് നിർത്തിയിട്ടതായിരുന്നു. ഞായറാഴ്ച രാത്രി ലോറി നിർത്തിയിട്ട ഭാഗത്ത് തീ ഉയർന്നു കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ ജോലി നടത്തുന്ന സംസ്ഥാന തൊഴിലാളികളും പ്രദേശവാസികളും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായ സാഹചര്യത്തിൽ വാർഡ് കൗൺസിലർ സനൽ സ്ഥലത്തെത്തി കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു.
അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. ലോറിക്ക് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്നും അമ്മു കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ അറിയിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ്വമേഖലയും തകർന്നടിഞ്ഞുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. CPM നേതൃത്വം നൽകുന്ന എരുവപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ചിറ്റണ്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖല സമ്പൂർണമായും തകർന്നതിനെ തുടർന്ന് സാധാരണക്കാരായ രോഗികൾ ദുരിതം അനുഭവിക്കുകയാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ അടിയന്തര സർജറിക്ക് ആവശ്യമായ നൂലും ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലെന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ മേധാവികൾ പരസ്യമായി പറഞ്ഞുകഴിഞ്ഞു. വികസനം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ നിർമ്മിക്കൽ മാത്രമാണ്. ഇത് രോഗികൾക്ക് വേണ്ടിയല്ല, മറിച്ച് അഴിമതിക്ക് വേണ്ടി മാത്രമാണ്. ആരോഗ്യമേഖലയുടെ പരാജയം മറച്ചുവെച്ച് PRO വർക്ക് നടത്തി അവാർഡുകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരിശ്രമം. പെൻഷൻ ലഭിക്കാതെ പാവപ്പെട്ട ഗുണഭോക്താക്കൾ വലയുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വൻ പരാജയമാണ്. കൂടുതൽ മദ്യഷാപ്പുകൾക്ക് അനുമതി നൽകി കേരളത്തിലെ ജനങ്ങളെ ലഹരിക്കടിമകളാക്കിയ പിണറായി വിജയൻ സർക്കാരും CPM-ഉം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടുവാനാണ് ശ്രമിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി ശസ്ത്രക്രിയ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് വിതുമ്പുകയാണ് എന്ന് മെഡിക്കൽ കോളേജിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു അധികാരി, അവിടുത്തെ മേധാവി സാമൂഹ്യ മാധ്യമത്തിൽ പരസ്യമായി പോസ്റ്റ് ഇട്ടു. മരുന്നിന് വേണ്ടി, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി, നൂലിന് വേണ്ടി രാഷ്ട്രീയക്കാരുടെ തിണ്ണ നിരങ്ങേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മേധാവി തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യമേഖലയിലെ മികച്ച പ്രകടനത്തിന് കഴിഞ്ഞ ആഴ്ചയാണ് വീണ ജോർജിന് വിക്ടോറിയൻ പാർലമെന്റ് അവാർഡ് കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച ദേശാഭിമാനി എടുത്ത് വായിച്ചു നോക്ക്, വിക്ടോറിയൻ പാർലമെന്റ്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. ചിറ്റണ്ട സ്വദേശി റിയ റിസ്വാന പെൻസിൽ കൊണ്ട് വരച്ച സന്ദീപ് വാര്യരുടെ ചിത്രം ചടങ്ങിൽ കൈമാറി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, PS സുനീഷ്, MK ജോസ്, അജു നെല്ലുവായ്, സുന്ദരൻ ചിറ്റണ്ട, സതീഷ് ഇടമന, MG വിവേക്, ഷിയാസ് ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസ് തൃശൂർ ബിനി ഹെറിറ്റേജിൽ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ലോഗോ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് നൽകിക്കൊണ്ട് AC മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ NT ബേബി, ജനറൽ ജോയിന്റ് കൺവീനർ AJ പോൾ, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 18, 19, 20 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് സമ്മേളനം നടക്കും. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലും മഴുവഞ്ചേരിയിൽ ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പല പദ്ധതികൾ വഴി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിൽ നടന്നുവരികയാണ്. കേരളം വിട്ട് പുറത്തുപോയാൽ സ്വന്തമായി കിടക്കാൻ ഒരു കൂര പോലുമില്ലാതെ വഴിയോരങ്ങളിലും മറ്റു പലയിടങ്ങളിലും കുടുംബസമേതം താമസിക്കുന്ന മനുഷ്യരെ ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ കേരളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ്. പലരുടെയും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ലക്ഷം വീടുകളിൽ താമസിച്ചിരുന്നവർ ഇന്നിപ്പോൾ ഓരോരുത്തരും ലക്ഷങ്ങളുടെ വീടുകളിലാണ് താമസിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. കേരളം അതിനൊക്കെ വേറിട്ട് നിൽക്കുകയാണ്. കേരളം ഇന്ത്യക്ക് മാതൃകയായിട്ട് ഉയർന്നു നിൽക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു വീട് സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുക എന്ന് പറയുമ്പോൾ 10 വീടുകളാണ് ഇപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് വീട്. ആ ബ്ലോക്ക് പ്രസിഡന്റ് വരുന്നുണ്ട്. അപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ ലക്ഷം വീടുകളിലാണ് ഇതുവരെ താമസിച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ ലക്ഷങ്ങളുടെ വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി.
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS സന്ദീപ്, TB പ്രജീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പഞ്ചായത്ത് മുൻ അംഗങ്ങളായ കോമളം കൃഷ്ണൻ, PB നൌഷാദ് എന്നിവർ സംസാരിച്ചു. ലക്ഷം വീടിന്റെ ഭാഗമായുള്ള ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. മഴുവഞ്ചേരിയിൽ 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 10 വീടുകൾ ഒറ്റ വീടുകളാക്കി മാറ്റിയിട്ടുള്ളത്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് മുറിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുഴിങ്ങര രവിനഗർ ഇസ്മായിൽ റോഡിൽ മാമ്പുള്ളി രാജുവിന്റെ ഓടിട്ട വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ ചുമർ തകർന്നു. 64-കാരനായ രാജുവിനെ കൂടാതെ ഭാര്യയും മകനുമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. കൽപ്പണിക്കാരനായ രാജു കിടപ്പിലായതോടെ വളരെയധികം ബുദ്ധിമുട്ടായാണ് നിത്യജീവിതം കുടുംബം തള്ളി നീക്കുന്നത്. വാർഡ് മെമ്പർ റസീന ഉസ്മാൻ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ ഭാഗമായി ഗ്രാൻഡ് 1000 എന്ന പേരിൽ ആഘോഷ ചടങ്ങൊരുക്കി. മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ ഇന്റർനെറ്റ് സേവനദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. ഗ്രാമീണ മേഖലയിലെ വയേർഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് 1000. കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ K-ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ്. ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് K-ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത തവണത്തിൽ 1000 കോടി ക്ലബിൽ കേരള വിഷനും കേരളത്തിന്റെ അഭിമാനമായി വന്നു. നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ്. പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു. ഒരു അക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന TSP പ്രൊമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TVയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു. മത്സരിക്കുന്നത് ഏതെങ്കിലും ചെറുകിട മേഖലയിലെ ആളുകളോടല്ല. ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ. എത്രയോ ലക്ഷക്കണക്കിന് കോടി ടേൺ ഓവറുള്ള വലിയ റിലയൻസ് പോലുള്ള, അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള, റെയിൽടെൽ അതുപോലുള്ള വലിയ വലിയ കമ്പനികൾ, ഭാരതി എയർടെൽ പോലുള്ള വലിയ കമ്പനികൾ. അപ്പൊ അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള വിഷൻ ഈ വലിയ നേട്ടത്തിലേക്ക് എത്തിയത്. അത്തരത്തിൽ പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡിസ്നി കൺട്രി ഹെഡ് K മാധവൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാൻഡ് പ്രഖ്യാപനം KCCL MD PP സുരേഷ് കുമാർ നിർവഹിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. കേരള വിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളി തുമ്മാരുകുടി നിർവഹിച്ചു. കേബിൾ ഓപ്പറേറ്റർമാർ, ഡിസ്ട്രിബ്യൂട്ടർമാർ, സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി 1000 കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ തുടങ്ങിയവർ ആദരം ഏറ്റുവാങ്ങി. ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, MV ശ്രേയാംസ് കുമാർ, R ശ്രീകണ്ഠൻ നായർ, ആൻഡോ അഗസ്റ്റിൻ, ഫ്രാങ്ക് P തോമസ്, ഷകിലൻ പത്മനാഭൻ, PR സതീഷ്, ശിവകുമാർ R, റെജി S, ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം മുതൽ റേഷൻ ലഭിക്കില്ല. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ റേഷൻ നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ തീരുമാനം. 15,774 പേരാണ് ഇനിയും മസ്റ്ററിംഗ് നടത്താനുള്ളത്. ഇതിൽ കൂടുതൽ പേരും പിങ്ക് കാർഡ് ഉടമകളാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24 മുതൽ മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു. 30 വരെ മസ്റ്ററിംഗ് നടത്തുന്നില്ലെങ്കിൽ അടുത്ത 3 മാസം പ്രവാസികളുടെ പട്ടികയിൽപ്പെടുത്തും. ഈ കാലയളവിൽ റേഷൻ ലഭിക്കില്ല. തുടർന്ന് മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. വിരലടയാളം പതിയാത്ത 2,69,661 പേരുണ്ട്. മഞ്ഞ, പിങ്ക് കാർഡുകാരാണ് ഇവർ. കിടപ്പ് രോഗികളും പ്രായമായവരും കൂലിപ്പണിക്കാരും ഇതിലുണ്ട്. ഇവരുടെ റേഷൻ മുടങ്ങാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കത്ത് ഭക്ഷ്യവകുപ്പ് കൈമാറിയിട്ടുള്ളതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായി കണക്കാക്കും.
വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ എളവള്ളി പഞ്ചായത്തിൽ സംസ്ഥാന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സെമിനാർ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, മുല്ലശ്ശേരി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർ K ശ്രീകല, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ കൌൺസിലർ മാലാരമണൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ, പോസിറ്റീവ് പാരന്റിംഗ് എന്നീ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് KR സുമേഷ്, സൈക്കോളജിസ്റ്റ് സ്മിത കോടനാട്ട് എന്നിവർ നേതൃത്വം നൽകി. അങ്കണവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരാണ് സെമിനാറിൽ പങ്കെടുത്തത്. CPM പ്രവർത്തകനായ യുവാവിനെയും കൂട്ടുകാരനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BJP RSS പ്രവർത്തകരായ പ്രതികൾക്ക് വിവിധ വകുപ്പുകളിലായി 7 വർഷം 11 മാസം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. ചൂണ്ടൽ പഴുതാന തണ്ടാശ്ശേരി വീട്ടിൽ 29 വയസ്സുള്ള ശരത്തിനെയും ആക്രമണം തടയാൻ ശ്രമിച്ച കൂട്ടുകാരനായ അർജുനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പഴുതാന സ്വദേശികളായ 4ാം പ്രതി കണ്ടംകുളങ്ങര വീട്ടിൽ 32 വയസ്സുള്ള വിഷ്ണു, 5ാം പ്രതി കുഴിപ്പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള ശ്രീഷിത് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിലെ 3ാം പ്രതി വിഷ്ണു, 6ാം പ്രതി സനീഷ്, 1ാം പ്രതി അഖിൽ എന്നിവരെ കോടതി മുമ്പ് ശിക്ഷിച്ചിരുന്നു. 2ാം പ്രതിയായ പയ്യൂർ മാന്തോപ്പ് കൊട്ടിലിങ്ങൽ വളപ്പിൽ 29 വയസ്സുള്ള ആദർശ് വിചാരണ നേരിടാതെ ഒളിവിലാണ്. CPMന്റെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതിന് പരാതി നൽകിയതിലുള്ള രാഷ്ട്രീയ വിരോധത്തിലാണ് പ്രതികൾ ഇരുമ്പ് പൈപ്പ്, ഇടിക്കട്ട ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. പുലിയന്നൂർ വെള്ളാട്ടഞ്ഞൂർ റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരുക്ക്. ബൈക്ക് യാത്രക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി ഭരത്തിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുണ്ടുകടവ് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ ജൂലൈ 1 നടത്താനിരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചു. റോഡിലെ കുഴി അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറായ സാഹചര്യത്തിലാണ് സൂചന പണിമുടക്ക് പിൻവലിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് അസോസിയേഷനാണ് സൂചന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. ചാവക്കാട് ഗരാനയുടെ ആഭിമുഖ്യത്തിൽ പശ്ചിമേഷ്യയിലെ മനുഷ്യക്കുരുതി ആരാണ് പ്രതിക്കൂട്ടിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ AM ഷിനാസ് ഉദ്ഘാടനം ചെയ്തു. KA മോഹൻദാസ് അധ്യക്ഷനായി. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഡോക്ടർ വിനോദ് ചന്ദ്രൻ, വേണു ഇടക്കഴിയൂർ, TC കോയ, RV അബ്ദുൾ മജീദ്, AH അക്ബർ, KV രവീന്ദ്രൻ, ഡോക്ടർ സൈനുൽ ഹുക്മാൻ, അൻവർ കോഹിനൂർ, VB അജിത് രാജ്, ഷംസുദ്ദീൻ പണിക്കവീട്ടിൽ എന്നിവർ സംസാരിച്ചു. അകലാട് അഞ്ചാങ്കല്ലിൽ തട്ടുകടയിൽ മോഷണം. കടയുടെ പുറകുവശത്തെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11-നും തിങ്കളാഴ്ച പുലർച്ചെ 4-നുമിടയിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അഞ്ചാംകല്ല് രാജാ ബീച്ച് റോഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന അലി മുഹമ്മദിന്റെ തട്ടുകടയാണ് പിറകുവശത്തെ മരപ്പലക പൊളിച്ച് അകത്തുകടന്ന് കവർച്ച നടത്തിയത്. ഷെൽഫിൽ വെച്ചിരുന്ന വില കൂടിയ സാധനങ്ങളും നിരീക്ഷണ ക്യാമറയുടെ TVയും 5000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പുറത്തുവച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ടുവന്ന് അടുപ്പു കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത അടയാളവുമുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ വാരിവലിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലും ഇവിടെ ഇത്തരത്തിൽ കവർച്ച നടന്നിരുന്നു. 28,000-ഓളം രൂപയാണ് അന്ന് മോഷണം പോയത്. അതേ ദിവസം തന്നെ അകലാട് പെട്രോൾ പമ്പിലും കവർച്ച നടന്നിരുന്നു. അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച രാത്രി 11 മണിക്ക് കടയടച്ചു പോയതിനു ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് അലി മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. നമ്മളെ കടയുടെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് തുറന്നെടുക്കണ്, പലയൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഉള്ളിൽ കിടന്ന് ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഗ്യാസ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സ്റ്റവിൽ കണക്ട് ചെയ്തിട്ട് അവരെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലം പിടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സിഗരറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഒരു 5000 രൂപ ഉണ്ടായിരുന്നു, ആ പൈസയും കൊണ്ടുപോയിരിക്കണം. പിന്നെ ക്യാമറയുടെ TV ഉണ്ടായിരുന്നു, TV അത് കൊണ്ടുപോയിട്ടുണ്ട്. 2 ബോക്സ്, സൗണ്ട് ബോക്സ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ടുണ്ട്. കടയുടെ പുറകുവശത്തുള്ള വലിയകത്ത് മുർഷിദിന്റെ ബുള്ളറ്റിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുക്കുകയും എഞ്ചിൻ പൈപ്പുകൾ മുറിച്ചു കളയുകയും സീറ്റുകൾ ബ്ലേഡ് വെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു സംഭവങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണെന്നാണ് സൂചന. വടക്കേക്കാട് പോലീസിൽ ഇരു സംഭവങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട്.
അതേസമയം പ്രദേശത്ത് ലഹരിമരുന്ന് മാഫിയയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെക്ക് നൽകി കബളിപ്പിക്കുകയും ചെയ്ത കേസിൽ വെള്ളർക്കാട് മനപ്പടി പള്ളിയത്ത് വീട്ടിൽ ഹരനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. സമാനമായ കേസിൽ 2 മാസം മുൻപ് ഹരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളർക്കാട് വിവേകസാഗരം സ്കൂളിൽ അധ്യാപക നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ പലരിൽ നിന്ന് പണം വാങ്ങിയത്. വിവേകസാഗരം സ്കൂളിന്റെ മാനേജറുടെ മകനാണ് ഹരൻ. ഇയാളുടെ സഹോദരൻ മരണപ്പെട്ട ഹൈമനായിരുന്നു സ്കൂൾ നടത്തിപ്പിന്റെ ചുമതല. എന്നാൽ സ്കൂളിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഹരനാണ്. താൻ മാനേജറാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. 6ലധികം പരാതികൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 25 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ ഓരോ വ്യക്തികളിൽ നിന്ന് വാങ്ങിയതായി പരാതിയിൽ പറയുന്നു. നല്ല സൈക്കിൾ കിട്ടിയിട്ടും വിഷ്ണുവിന്റെ മുഖത്ത് നിരാശ. താൻ ഉപയോഗിച്ചിരുന്ന സൈക്കിളും അത് മോഷ്ടിച്ചു കൊണ്ടുപോയ ആളെയും കണ്ടെത്താൻ സാധിക്കാത്തതാണ് വിഷ്ണുവിന്റെ വിഷമം. കഴിഞ്ഞ ദിവസമാണ് പൊന്നിയൂർക്കുളം ആൽത്തറ സെന്ററിൽ വെച്ച് വിഷ്ണുവിന്റെ സൈക്കിൾ മോഷണം പോയത്. ഇത് CCTV വാർത്ത നൽകിയിരുന്നു. സൈക്കിൾ വെച്ചുപോയ ഉടനെ മറ്റൊരാൾ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. വിഷ്ണുവിന്റെ സങ്കടം വാർത്തയായതോടെ PTA നേതൃത്വത്തിൽ ഉദാരമതികളാണ് പുതിയ സൈക്കിൾ വാങ്ങി നൽകിയത്. തിങ്കളാഴ്ച സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പുതിയ സൈക്കിൾ കൈമാറി. PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് റംസീന, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് എന്നിവർ പങ്കെടുത്തു. പ്രധാനാധ്യാപിക KI ജിഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി P മുനീർ നന്ദിയും പറഞ്ഞു. തന്റെ പക്കൽ ഉണ്ടായിരുന്നതിനേക്കാളും മുന്തിയ ഇനം സൈക്കിൾ കിട്ടിയ സന്തോഷമുണ്ടെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനാകാത്തതിൽ വിഷ്ണുവിന് നിരാശയുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ നടന്ന സ്വീകരണ യോഗം സംഘടനാ സംസ്ഥാന സെക്രട്ടറി KR പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മേഖലാ പ്രസിഡന്റ് CP രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, സംസ്ഥാന ബോർഡ് അംഗം ആൻഡോ, ജില്ലാ ട്രഷറർ അബ്ദുൽ അസീസ്, ഉസ്മാൻ കല്ലാട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് PM ഷമീറാണ് ജാഥ ക്യാപ്റ്റൻ. ചാവക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി CP അഷ്റഫ് സ്വാഗതവും KC ഷാജു നന്ദിയും പറഞ്ഞു. ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വാഹന വിളംബര ജാഥയ്ക്ക് ചാവക്കാടും സ്വീകരണം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി KR പ്രസാദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CP രാജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ശ്രീവത്സൻ, സംസ്ഥാന ബോർഡ് മെമ്പർ ആൻഡോ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, ജില്ലാ ട്രഷറർ അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി CP അഷ്റഫ് സ്വാഗതവും KV ഷാജു നന്ദിയും പറഞ്ഞു. വിജയിക്കണമെന്ന നമ്മുടെ ഇച്ഛാശക്തിക്ക് മുൻപിൽ മറ്റൊന്നും തടസ്സമാകരുതെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആദരണീയം 2025 ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ച വളരെ നല്ലൊരു സൃഷ്ടിയാണ്. പക്ഷേ അത് നിങ്ങളെ കീഴടക്കരുത്. ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾക്കോ മറ്റുള്ള ഒന്നിലും കീഴടങ്ങരുത്. അതുപോലെ തന്നെ മറ്റൊരു അഡിക്ഷൻ ലഹരിയിലാണ്. ആ ലഹരിയാണ് മനുഷ്യന്റെ തലച്ചോറിനെ നശിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ആശയം നിങ്ങൾ ഓർത്തുവെക്കണം. ഒരു മിസ്ഡ് കോൾ വരെ പ്രലോഭനമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യയെ കുറ്റം പറയുകയല്ല വേണ്ടത്, പകരം നമ്മുടെ സമീപനത്തെ നാം മാറ്റണം. ഒരു തരത്തിലുള്ള പ്രലോഭനത്തിലും ഞാൻ വീഴില്ലെന്ന് മനസ്സുകൊണ്ട് ദൃഢപ്രതിജ്ഞയെടുക്കണം നിങ്ങൾ ഓരോരുത്തരും. മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാവുന്ന ഒരുപാട് പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണമെന്നും C രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. അഡിക്ഷൻ ലഹരിയാണ്. ആ ലഹരിയാണ് മനുഷ്യന്റെ ബ്രെയിനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ആശയം കൊച്ചുമക്കൾ ഉൾക്കൊള്ളണം. പ്രലോഭനങ്ങൾക്ക് വശമതാകരുത്, പ്രലോഭനങ്ങളിൽ വീഴരുത്. ഒരു മിസ്ഡ് കോൾ വരെ പ്രലോഭനമാകുന്ന കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയെ കുറ്റം പറയല്ല വേണ്ടത്, നമ്മുടെ സമീപനത്തെ നമ്മൾ ശരിയാക്കുക വേണ്ടത്. കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ജനപ്രതിനിധികളായ ജുലറ്റ് വിനു, നിവ്യ റെനീഷ്, PK അസീസ്, AA കൃഷ്ണൻ,
ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ PRN നമ്പീശൻ, C അംബികേശൻ, MB പ്രവീൺ, ബാങ്ക് സെക്രട്ടറി KJ ബിജു, ഡയറക്ടർ CA ഗോപി എന്നിവർ സംസാരിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ബാങ്ക് ഡയറക്ടർമാർ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കൂബ് മഫ്സ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ കൊയിനോണിയോ ഡയാലിസിസ് സെന്ററിലേക്ക് 30 പേർക്കുള്ള ഡയാലിസിസ് ഫണ്ട് കൈമാറി. ഡയാലിസിസ് സെന്റർ ഡയറക്ടർ മോർ അപ്രൈം മാത്യൂസ് മെത്രാപോലിത്ത ഫണ്ട് ഏറ്റുവാങ്ങി. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന യൂത്തിനൊരു കൈത്താങ് എന്ന പേരിൽ നടത്തിയ 2 രൂപ ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയാണ് ഡയാലിസിസ് സെന്ററിലേക്ക് നൽകിയത്. MYM യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റും പള്ളി വികാരിയുമായ ഫാദർ ബേസിൽ കൊല്ലാർമാലി, സെക്രട്ടറി റൈവിൻ വിറ്റി, ജോയിന്റ് സെക്രട്ടറി സുവിൻ KS, കൺവീനർ ജിജോ K ജോർജ് എന്നിവർ ചേർന്ന് തുക കൈമാറി. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനു P ബാബു, ട്രഷറർ അനുമോൻ C തമ്പി, വനിതാ ജോയിന്റ് സെക്രട്ടറി സൈബി ജോയ്, ചാരിറ്റി കോർഡിനേറ്റർ ജിജോ C തമ്പി എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ CPI നേതാവായിരുന്ന MC കുഞ്ഞുമോൻ അനുസ്മരണം നടത്തി. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞമനങ്ങാട് കൊടമന സ്മാരകത്തിൽ ചേർന്ന യോഗം പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK ജ്യോതിരാജ്, ഹനീഫ കൊച്ചന്നൂർ, KM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ PN നമ്പൂതിരി സ്മാരക അവാർഡ് ലഭിച്ച പ്രമുഖ നാടക സംവിധായകൻ ബാബു വയലത്തൂർ, സാമൂഹിക പ്രവർത്തകൻ VM മുഹമ്മദ് കുട്ടി, സൂര്യ കലാലയം പവിത്ര കണ്ടംപുള്ളി, സൂര്യഗായത്രി കൃഷ്ണദേവ് തുടങ്ങിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുധീഷ് അമരായിൽ സ്വാഗതവും T ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പുനർനിർമ്മിച്ച് നൽകിയ വീട് കുടുംബത്തിന് കൈമാറി. കാരുണ്യം സ്നേഹഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അർഹതപ്പെട്ട കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് മഹനീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ആറ്റുപുറം ശ്മശാനം റോഡിൽ താമസിക്കുന്ന ഭർത്താവ് മരിച്ച സഹോദരിക്കും അവരുടെ ചെറിയ 2 കുട്ടികളുടെയും അവസ്ഥ മനസ്സിലാക്കി കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റാണ് വീട് പുനർനിർമ്മാണം ഏറ്റെടുത്തത്. തുടർന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ വീട് പണി പൂർത്തിയാക്കി. ചടങ്ങിൽ പരൂർ ഞാലിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP മുഹമ്മദ് അലി ഹാജി, മുൻ പറയങ്ങാട് മഹല്ല് പ്രസിഡന്റും ICA ഇംഗ്ലീഷ് സ്കൂൾ ട്രഷററുമായ കോട്ടയിൽ കുഞ്ഞിമോൻ ഹാജി, പ്രൊഫസർ ഡോക്ടർ സൈദുട്ടി, കാരുണ്യം ട്രഷറർ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, വൈസ് ചെയർമാൻ ഷരീഫ് പാണ്ടോത്തയിൽ, അബൂബക്കർ പറയിൽ, മനാഫ് എന്നിവരും കാരുണ്യം വനിതാ വിംഗ് പ്രവർത്തകരും നേതൃത്വം നൽകി. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഔഷധ കഞ്ഞിക്കിറ്റ് വിതരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനവും നടന്നു. മണ്ണമ്പാറ സമന്വയ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചംകുളം അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ ഹെൽത്ത് കാർഡ് വിതരണവും ഡോക്ടർ VR അനീഷ് ഔഷധ കഞ്ഞി കിറ്റിന്റെ വിതരണവും നിർവഹിച്ചു. സെക്രട്ടറി PS സുധീർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VU ചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് VP വിശ്വനാഥൻ നന്ദി പറഞ്ഞു. ദീർഘകാലം ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന CK ജോണിന്റെ 1ാം ചരമദിനം ചൊവ്വന്നൂർ മരത്തങ്കോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി CI ടി മാത്യു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പെരുമ്പിലാവ് പട്ടാമ്പി പാതയിലെ ഒറ്റപ്പിലാവിൽ ഇക്കോ വാനും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെ ഇരുദിശയിൽ നിന്ന് വന്നിരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായതോടെ പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ സഹായത്തോടെ വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 3 വ്യാഴാഴ്ചയാണ് തിരുനാൾ. കാലത്ത് 10 മണിക്ക് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏങ്ങണ്ടിയൂർ MI ആശുപത്രി ഡയറക്ടർ ഫാദർ ഡെമിൻ തറയിൽ തിരുനാൾ സന്ദേശം നൽകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ തോമസ് നാമധാരികളെ ആദരിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ ഉണ്ടാകും. വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, ഇടവക ട്രസ്റ്റിമാർ,
തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. NSS ഗുരുവായൂർ മേഖലാ സമ്മേളനം സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി MK പ്രസാദ്, T ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ V അച്യുതൻകുട്ടി, ഗോപി മനയത്ത്, ബിന്ദു നാരായണൻ, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കുന്നംകുളം സെന്റർ യൂണിറ്റിന്റെ കൺവെൻഷൻ ചിറളയം SCO ഹാളിൽ ചേർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് VT ശ്രീധരൻ അധ്യക്ഷനായി. യോഗത്തിൽ പാലിയേറ്റീവ് കെയർ നിസ്വാർത്ഥ സേവനത്തിന് ബഹുമതി ലഭിച്ച യൂണിറ്റ് അംഗം വസന്തകുമാരിയെ ആദരിച്ചു. നവാഗതരായ അംഗങ്ങളെ സ്വീകരിച്ചു. PS വിഷ്ണു, VR അബി, MK വേലായുധൻ, T രാജഗോപാൽ, ബെന്നി മാസ്റ്റർ, VC ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം NRIയുടെ സാഹിത്യ വിഭാഗം ഷാർജയിലെ മുവൈലയിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സുനിൽ കല്ലായി ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയും എഴുത്തുകാരിയുമായ സ്മിത നെരവത്ത്, എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന ഗമറുദ്ദീൻ ആമയം, പ്രാസംഗികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഷാജഹാൻ തറയിൽ, എഴുത്തുകാരിയും ഗാനരചയിതാവുമായ രശ്മി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം NRI അംഗവും എഴുത്തുകാരിയുമായ റസീന ഹൈദർ മോഡറേറ്ററായി. NRI അംഗം അജീബിന്റെ ഗസൽ ഗാനാവതരണം നടന്നു. ഷംസുദ്ദീൻ, കൃഷ്ണകുമാർ, ജലാൽ എന്നിവർ സംസാരിച്ചു. കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാം കുടുംബസംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. ഞായറാഴ്ച വൈകിട്ട് വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് പതാക ഉയർത്തി. പ്രാർത്ഥനയ്ക്കു ശേഷം നടന്ന കുടുംബസംഗമം മുതിർന്ന അംഗം CV ശോശാമ്മ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിജു ചുമാർ അധ്യക്ഷനായി. കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ രാസലഹരിക്കെതിരെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തീകരിച്ചവർ, നവദമ്പതികൾ, SSLC, +2, ഡിഗ്രി വിജയികൾ, 60, 70, 84, 90 വയസ്സ് തികഞ്ഞവർ എന്നിവർക്ക് ആദരവും നൽകി. വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും സ്നേഹവിരുന്നുമുണ്ടായി. സംഗമത്തിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് സംഘടന ഉപഹാരങ്ങൾ നൽകി. ചാലിശ്ശേരി യാക്കോബായ സൊറിയാനി പള്ളി വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, കടവല്ലൂർ മർത്തോമ പള്ളി വികാരി ഫാദർ ലിനു ജോർജ്, കലമ്പുറം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ അഫ്രൈം അന്തിക്കാടൻ, ഫാദർ വർഗീസ് വാഴപ്പള്ളി, റിലീഫ് കൺവീനർ ജോസ് വൈദ്യർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി റെന്നി ചെറുവത്തൂർ സ്വാഗതവും ട്രഷറർ ബിജു താരുക്കുട്ടി നന്ദിയും പറഞ്ഞു. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ഐശ്വര്യയെ വിദ്യാർത്ഥികളും സ്റ്റാഫ് അസോസിയേഷനും PTA കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹത നേടി അയർലൻഡിലെ അറ്റ്ലാന്റിക് ടെക്നോളജിക്കൽ സർവകലാശാലയ്ക്ക് യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് ആറ്റുപുറം സ്വദേശി ഐശ്വര്യ. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KI ജിഷ ഉപഹാരം കൈമാറി. PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര പൊന്നാടയണിയിച്ചു. PTA വൈസ് പ്രസിഡന്റ് റംസീന, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് എന്നിവർ പങ്കെടുത്തു. പ്രധാനാധ്യാപിക സ്വാഗതവും P മുനീർ നന്ദിയും പറഞ്ഞു. ജൂലൈ 4-നാണ് ഐശ്വര്യ അയർലൻഡിലേക്ക് യാത്ര തിരിക്കുക. ആറ്റുപുറം പാറക്കാട്ട് വീട്ടിൽ ഭാസ്കരൻ ഗീത ദമ്പതികളുടെ മകളും സിവിൽ എഞ്ചിനീയറായ KS അതുലന്റെ ഭാര്യയുമാണ് ഐശ്വര്യ. വേലൂർ ഗവൺമെന്റ് രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനവും നടന്നു. 6 മാസം തുടർച്ചയായി ഭക്ഷ്യക്കിറ്റ് നൽകുന്ന സ്നേഹസാന്ദ്രം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ MV രത്നകുമാർ, സോഷ്യൽ സയൻസ് അധ്യാപകരായ LG സുവർണ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന് വേണ്ടി സ്വന്തമായി വാങ്ങിയ 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ചൈതന്യ സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാൻ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ലൂമിയോ ആപ്ലിക്കേഷൻസിന്റെ ഉദ്ഘാടനവും നടന്നു. ചടങ്ങ് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ അധ്യക്ഷനായ ചടങ്ങിൽ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P സുരേഷ് വേണുഗോപാൽ മുഖ്യ സന്ദേശം നൽകി. അപ്പുമോൻ CK, ബാലൻ K, ഡോക്ടർ ശ്യാം മോഹൻ, സലോമി ജേക്കബ് എന്നിവർ സംസാരിച്ചു. ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ലിസി NJ സ്വാഗതവും ആതിര K ദാസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ചൈതന്യയിലെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തിയ തൊഴിൽ പരിശീലന ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു.
മരത്തങ്കോട് ഗ്രാമീണ വായനശാല മുൻ പ്രസിഡന്റ്, ചൊവ്വന്നൂർ പഞ്ചായത്ത് മുൻ മെമ്പർ, സാമൂഹിക സാംസ്കാരിക പൊതുരംഗത്ത് നിറസാന്നിധ്യം എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന CK ജോണിന്റെ 1ാം ചരമവാർഷികം മരത്തങ്കോട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. യോഗം കടങ്ങോട് 16ാം വാർഡ് മെമ്പർ ടെസ്സി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി KK പുഷ്പാർച്ചന നടത്തി. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3ാം വാർഡ് മെമ്പർ MU സെബി മുഖ്യപ്രഭാഷണം നടത്തി. MP സിജോ, ലിജിൻ ജോസ്, നിതീഷ്, വിജയൻ മാസ്റ്റർ, സുനിൽ ചെറുവനങ്ങാട്, ജയപ്രകാശ്, ഡോക്ടർ ജോൺസൺ നാളൂർ, സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. കോടതി വളപ്പിലേക്കുള്ള വഴിയിലെ ചെളിയും വെള്ളക്കെട്ടും പരിഹരിക്കാനുള്ള ശ്രമം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി എന്ന ആക്ഷേപം. ചാവക്കാട് കോടതിയിലെ മെയിൻ റോഡിൽ നിന്നുള്ള വഴിയാണ് ദുരിതമാകുന്നത്. പുതിയ കെട്ടിട നിർമ്മാണത്തിനായി കുഴിയെടുത്ത മണ്ണ് കോടതിയിലേക്കുള്ള വഴിയുടെ വശത്തായി കൂട്ടിയിട്ടിരുന്നു. മഴ പെയ്തതോടെ ഇതിൽ നിന്നും മണ്ണ് ഒലിച്ചിറങ്ങി. ഈ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് വഴിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഇതിനു മുകളിലായി കോറിപ്പടി നിരത്തുകയായിരുന്നു. വീണ്ടും മഴ പെയ്തതോടെ ഇത് കൂടുതൽ ദുരിതമയമായി മാറി. ദിവസവും കോടതി വ്യവഹാരങ്ങൾക്കായി അഭിഭാഷകരും പൊതുജനങ്ങളുമായി നൂറുകണക്കിന് പേരാണ് കോടതിയിൽ എത്തിച്ചേരുന്നത്. വഴിയിൽ ചെളി നിറഞ്ഞതോടെ കാൽനടയായി എത്തുന്നവർ മതിലിന്റെ ഓരം ചേർന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. ഇരുചക്ര വാഹന യാത്രികരും സാഹസികമായാണ് ഈ വഴിയിലൂടെ പ്രവേശിക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. UK-യിൽ മലയാളികളുടെ ഫുട്ബോൾ മാമാങ്കം. പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തി വോക്ക്ഫീൽഡ് വാരിയേഴ്സ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. UK-യിൽ നിന്ന് CCTVക്ക് വേണ്ടി മനോജ് കളരിക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UK-യിലെ മലയാളി ഫുട്ബോൾ ടീമുകളെ ഉൾപ്പെടുത്തി വേക്ക്ഫീൽഡ് വാരിയേഴ്സ് സംഘടിപ്പിച്ച 3ാമത് 7 സൈഡ് ഫുട്ബോൾ ടൂർണമെന്റ് പ്രമുഖ ടീമുകളുടെ പങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. വെസ്റ്റ് യോർക്ക്ഷയറിലെ പ്രത്യേകിച്ച് വേക്ക്ഫീൽഡിലെ പ്രവാസി മലയാളികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസവും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ രൂപീകരിച്ച വേക്ക്ഫീൽഡ് വാരിയേഴ്സ് സ്പോർട്സ് ആൻഡ് ക്ലബ് ഓൾ UK തലത്തിൽ നടത്തപ്പെടുന്ന 3ാമത് ടൂർണമെൻറ്റാണിത്. FA അംഗീകാരമുള്ള ലീഡ്സ് വെസ്റ്റ് റൈഡിംഗ് കൗണ്ടി മൈതാനത്ത് ജൂൺ 28 രാവിലെ 10 മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ മലയാളം UK ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ജോജി തോമസ് കിക്ക് ഓഫിലൂടെ ഉദ്ഘാടനം ചെയ്യുകയും ക്ലബ് പ്രസിഡന്റ് ശ്രീ ടോണി പാറടി ടീമുകൾക്കും കാണികൾക്കും സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. കാണികളുടെ മനം കവർന്ന 16 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ലണ്ടനേഴ്സ് FC വിജയികളായപ്പോൾ സ്റ്റോക്ക് മല്ലു FC ടീം 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഇതിനോടകം UK-യിലെ ഫുട്ബോൾ പ്രേമികൾക്കും ടീമുകൾക്കും പ്രിയപ്പെട്ടതായി വേക്ക്ഫീൽഡ് വാരിയേഴ്സിൻ്റെ അടുത്ത വർഷത്തെ ടൂർണമെൻറ്റിന് ആവേശത്തോടെ വരവേൽക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് UK-യിലെ മലയാളികൾ. അഖിലേന്ത്യാ മഹിളാ ജനാധിപത്യ അസോസിയേഷൻ ചെറായി യൂണിറ്റ് സമ്മേളനം ചാവക്കാട് ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി ഉദ്ഘാടനം ചെയ്തു. റീമ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ പുന്നൂർക്കുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി സുജീന യൂസഫ്, മേഖലാ ട്രഷറർ മണി ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ അസോസിയേഷൻ മുതിർന്ന മെമ്പർമാരെ ആദരിക്കുകയും യൂണിറ്റിലെ SSLC+2 വിജയികളെ ആദരിക്കുകയും ചെയ്തു. ഭാരവാഹികളായ സെക്രട്ടറി K ഷിബിന, പ്രസിഡന്റ് റീമ ജയപ്രകാശ്, ട്രഷറർ CG രജീഷ് എന്നിവരടങ്ങിയ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ മിനി ടൗൺ ഹാളിൽ നടത്തിയ ക്യാമ്പ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, കൗൺസിലർമാരായ ഷീജ ഭരതൻ, ഷാജി ആലിക്കൽ, സെക്രട്ടറി KB വിശ്വനാഥൻ, തൊഴിലുറപ്പ് വിഭാഗം AE സാന്ദ്രമോൾ KS തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ 250ഓളം പേർ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയിൽ ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും മുൻനിർത്തി സംവാദം നടന്നു. GVHSS ചാത്തന്നൂരിലെ HSST അധ്യാപികയും നാട്ടുകാരിയുമായ ദിവ്യ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ, ശ്യാമ ദേവദാസ്, ബാലകൃഷ്ണൻ മേലെപ്പുരയ്ക്കൽ, ദിവ്യ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ ബാക്കിയുള്ള പ്രദേശവും കടൽ വിഴുകുന്നതിന് മുൻപ് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് SDPI പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ MLA ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. മുനക്കക്കടവിൽ നിന്ന് ആരംഭിച്ച കാൽനട മാർച്ച് ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KH ഷാജഹാൻ
അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖുൽ അക്ബർ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ, ഗുരുവായൂർ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, മണ്ഡലം കമ്മിറ്റി അംഗം ഷെമീർ, മണ്ഡലം സെക്രട്ടറി മുസമ്മിൽ ഒരുമനിയൂർ, ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ, പഞ്ചായത്ത് സെക്രട്ടറി ഷെഫീഖ് തൊട്ടാപ്പ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യാസിൻ ബ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. MLA ആയാലും MP ആയാലും പഞ്ചായത്ത് ഭരണസമിതി ആയാലും ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ, അവരുടെ സംരക്ഷണത്തിന് യാതൊരു പദ്ധതികളും രൂപീകരിക്കാതെ, ഓരോ കാലവർഷം വരുമ്പോഴും കാലവർഷത്തിന് മുൻപായി അവിടെ ജനങ്ങളെ, സാധാരണ നമ്മളൊരു പദപ്രയോഗമുണ്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത്. ഇവിടെ MLAയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ ചെയ്യുന്നത് ജനങ്ങളുടെ കണ്ണിൽ കല്ലിടുക എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. BJP കാണിപ്പയ്യൂരിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ BJP നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ അനുമോദിച്ചു. മുതിർന്ന നേതാക്കളായ ഷാജി ചക്കിത്തറ, ശ്രീജിത്ത് തെക്കേപ്പുറം, ചന്ദ്രൻ വി നായർ, ചന്ദ്രൻ PT, ചന്ദ്രൻ PV, രഞ്ജിത്ത്, വാർഡ് ഇൻചാർജുമാരായ രാഹുൽ ചന്ദ്രൻ, ബിനു കെ, കൺവീനർമാരായ ഉമേഷ്, നിധീഷ്, സെക്രട്ടറിമാരായ നിധീഷ് കണ്ണൻ, വിഷ്ണുകുമാർ എന്നിവർ നേതൃത്വം നൽകി. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് BJP കാണിപ്പയ്യൂർ 87ാം ബൂത്ത് കമ്മിറ്റി ആദരം നൽകി. ബൂത്ത് പ്രസിഡന്റ് ജിതിൻ, സെക്രട്ടറി നിതീഷ്, നഗരസഭാ കൗൺസിലർ ബിനു പ്രസാദ്, രാജൻ അമ്മാട്ട്, മുരളി കാർത്തുള്ളി, കനകൻ ശേഖരത്ത്, മണി, അഭിജിത്ത് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. KSU ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാമത് മികവ് 2025 സംഘടിപ്പിച്ചു. മേഖലയിലെ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടി KPCC വക്താവ് സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു. KSU ഒരുമനിയൂർ മണ്ഡലം പ്രസിഡന്റ് PN മിഥിലാജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ RS ധനുഷ് കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ, ഇൻകാസ് ദുബായ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് നിലാഫർ അബ്ദു, റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, കാർഷിക ബാങ്ക് പ്രസിഡന്റ് HM നൌഫൽ, ഒരുമനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലീന സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മുല്ലത്തറ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരം 2025 നടത്തി. അനുമോദന ചടങ്ങ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC+2 മറ്റ് പരീക്ഷാ ജേതാക്കളെയും അനുമോദിച്ചു. കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് A വേലായുധൻ, അസോസിയേഷൻ ഭാരവാഹികളായ R രവികുമാർ, KK ഗോവിന്ദദാസ്, ശശി പട്ടത്താക്കിൽ, K വത്സലൻ, ശ്രുതി വിനോദ്, ബബിത ശ്രീനിവാസൻ, ഭാഗ്യ ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിക്കുന്ന ആദരവ് 2025 സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ നടന്ന പരിപാടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ വൈസ് ചെയർമാൻ ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AD ഡാമി, കോർഡിനേറ്റർ AN ജോർജ്, AJ കുര്യാക്കോസ്, സാജു മാസ്റ്റർ, AV ജോൺ, സുനിൽ ആളൂർ, സജി ആറ്റത്ര, ഹേൽ മരിയ സാജു, ജസ്ലിൻ ജോഷി, അബി AD അൽജോ എന്നിവർ സംസാരിച്ചു. ഞമനങ്ങാട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് AK ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, EA മുഹമ്മദ് അലി, KS പ്രദീപ്, മജീദ് മാസ്റ്റർ, MK മുഹമ്മദ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. DYFI പന്നിത്തടം യൂണിറ്റ് സമ്മേളനത്തിനോടനുബന്ധിച്ച് ആദരവ് 2025 സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഫാസിൽ VK അധ്യക്ഷത വഹിച്ച പരിപാടി DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ AD അജി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SSLC+2 വിജയികളായ പന്നിത്തടം യൂണിറ്റിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിക്കുകയും യൂണിറ്റ് പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് കരിയർ കൺസൾട്ടന്റ് സജീവ് കുമാർ MKയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകി. CPIM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളനൂർ, പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം V ശങ്കരനാരായണൻ, DYFI പന്നിത്തടം മേഖലാ പ്രസിഡന്റ് ആഷിഫ് അഹമ്മദ്, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബബിൻ TB, വിജയൻ CK, അഭിനവ് CP എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംഘാടക സമിതി ചെയർമാനായ CPIM പന്നിത്തടം ബ്രാഞ്ച് സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗതവും DYFI പന്നിത്തടം യൂണിറ്റ് സെക്രട്ടറി ഹരിദ CM നന്ദിയും പറഞ്ഞു.
വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് വികസന സമിതിയുടെ വാർഷിക പൊതുയോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി പ്രസിഡന്റ് വേണു ഐക്കര അധ്യക്ഷനായി. വാർഡ് വികസന സമിതി രക്ഷാധികാരി പി.ഡി. ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ പി.എൻ. അനിൽ മാസ്റ്റർ, സി.എഫ്. ജോയ്, ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത്, വായനശാല പ്രസിഡന്റ് എ.എൻ. സോമനാഥൻ, സൈമൺ പുത്തൂർ, മുൻ പഞ്ചായത്ത് അംഗവും സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ എൽ.സി. ഔസേപ്പ്, സെക്രട്ടറി എം.എസ്. രാജേഷ്, ജോളി, സിസ്റ്റർ റീന പുറത്തൂർ, ജോജി തട്ടിൽ എന്നിവർ സംസാരിച്ചു. വി.ഒ. ജോയ് സ്മാരക എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു. സൈക്കോളജിസ്റ്റ് സീതാലക്ഷ്മി മനസ്സിനെ മനസ്സിലാക്കാം, പുതിയ കാലത്തിന് മനസ്സൊരുക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് അനൂപ് വെള്ളാറ്റഞ്ഞൂർ നയിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ആദരം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം.ജി. വിവേക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മാറഡോണ പീറ്റർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി.പി. രാമചന്ദ്രൻ, പി.എൻ. അനിൽ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ.എ. മോഹനൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുഴിങ്ങര CHM കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് ചേക്കുഹാജി പുരസ്കാരം നൽകി അനുമോദിച്ചു. കുഴിങ്ങര CHM കലാസാംസ്കാരിക വേദിയിൽ വെച്ച് നടത്തിയ പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. GCC കമ്മിറ്റി ഭാരവാഹി A.P. സിദ്ദിഖ്, അഷ്കർ കുഴിങ്ങര, നൌഫൽ, ഷെറഫു, ജാബിർ എന്നിവർ പങ്കെടുത്തു. CHM പ്രസിഡന്റ് അബി കുഴിങ്ങര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫാസിൽ സ്വാഗതവും ട്രഷറർ യാസിർ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് 10ാം വാർഡ് മഴുവഞ്ചേരിയിൽ കിരണം കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് അംഗം ധനേഷ് ചുള്ളിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജാനറ്റ് നേത്ര സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ 100ഓളം പേർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 15 പേർക്ക് സൗജന്യമായി കണ്ണട നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,915 രൂപ, സ്വർണം പവന് 71,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 115 രൂപ. ചർമ്മം എറണാകുളം ജയ ഇലക്ട്രിക്കൽസ് ഉടമ പഴഞ്ഞി പെരുന്തിരുത്തി കൊള്ളന്നൂർ പരേതനായ ചേറു മകൻ മേരീഷ് നിര്യാതനായി 54 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പെരുന്തിരുത്തി മൂർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ചിന്ന മാതാവും ടെസി ഭാര്യയുമാണ്. മെറീന എന്നിവർ മക്കളാണ്. മരത്തങ്കോട് കിടങ്ങൂർ PSP നഗർ അംഗൻവാടിക്ക് സമീപം വടക്കേക്കര രാജുട്ടി ഭാര്യ തങ്കമണി നിര്യാതയായി 65 വയസ്സായിരുന്നു. രഞ്ജു, രമ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് നടക്കും. മരത്തങ്കോട് കിടങ്ങൂർ ജാറം റോഡ് താഴിശ്ശേരി പ്രേമാനന്ദൻ എന്ന പ്രേമൻ ഭാര്യ ഉഷ നിര്യാതയായി 66 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. പ്രസീന, പ്രിയങ്ക, പ്രതീഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കടങ്ങോട് ആദൂരിൽ തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥിക്കുൾപ്പെടെ തെരുവുനായ ആക്രമിച്ചു. പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായയെ പിന്നീട് പിടികൂടി. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് നിർമ്മാണ പ്രവർത്തികൾക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തി നശിച്ചു. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് നശിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും കമ്പനി അധികൃതർ. കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ്വമേഖലയും തകർന്നടിഞ്ഞുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. CPI നേതൃത്വം നൽകുന്ന പെരുവപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ചുറ്റണ്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ ഭാഗമായി ഗ്രാൻഡ് 1000 എന്ന പേരിൽ ആഘോഷ ചടങ്ങൊരുക്കി കേരള വിഷൻ. മന്ത്രി P. രാജീവ് ഉദ്ഘാടന ചടങ്ങിൽ കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.